സ്നേഹമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സ്വീറ്റ് കോൺ ഡിഷാണ് പരിചയപ്പെടുത്തുന്നത്. സ്വീറ്റ് കോൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചോളം. കുറേയധികം മൾട്ടി വിറ്റാമിൻസും പ്രോട്ടീനും എല്ലാം ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് പെർസെൻറ്റേജ് കുറവാണ്. വളരെ ഗുണമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യും, ഷുഗർ കൺട്രോൾ ചെയ്യും. അങ്ങനെ സോ മെനി ക്വാളിറ്റീസ്, അത്രയധികം ക്വാളിറ്റീസ് ഇതിനുണ്ട്. പക്ഷേ അതേസമയം നമ്മളത് നല്ല ടേസ്റ്റിലുണ്ടാക്കിയാലേ ഇതിന് സ്വാദുള്ളൂ. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം തന്നെ അത് ആവിയേറ്റി ചൂടാക്കിയിട്ട് പിന്നെ അത് മണിയായിട്ട് എല്ലാം തിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇതിങ്ങനെ വെച്ചു. നോക്കുക, ചോളം കണ്ടോ. ഇനി അതിലെന്താ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ ഈ ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് ആ ബട്ടർ ചേർക്കണം. ഈ ബട്ടർ സ്വീറ്റ് കോണാണത്. ഒരു ലേശം ഉപ്പിടണം. പിന്നെ ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അതിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇത് ദഹിക്കാൻ ഡൈജഷന് ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ തിന്നും. അതുമാത്രമല്ല, ഇതുകൊണ്ട് വട ഉണ്ടാക്കും. വളരെ ടേസ്റ്റാണ്. ഞാൻ വട ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര സ്വാദുള്ള വട, പരിപ്പ് വടയേക്കാളും ടേസ്റ്റ് ഉള്ളതാണ്. അതിന് ഒരു ദിവസം ഞാൻ ഉണ്ടാക്കാം. കുറച്ച് ചീസും കുറച്ച് ബട്ടറും ഇട്ടിട്ട് നമുക്ക് ഈ സ്വീറ്റ് കോൺ ഒന്ന് തിന്നു. ആ സ്വീറ്റ് കോൺ ഞാൻ വേവിച്ച് ശരിയാക്കി. അതിലിതാ ഞാൻ ബട്ടർ നോക്കൂ, ചീസ് ചെറുതാക്കി അരിഞ്ഞിടണം കേട്ടോ. ചീസ് ചെറുതാക്കി അരിഞ്ഞിടുക. അത് അതിനൊരു ടേസ്റ്റ് കൂട്ടും. അതിന് വേണ്ടി നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചീസ് ഇടാം. ഞാൻ വേറെ ഇനി ഇതിൽ നോക്കൂ, ഇത് ഒറിഗാനോ ഈ പിസ്സയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ആണ്. അത് കുറച്ച് ഇടാം. കുറച്ച് ഇത്തിരി ഇട്ടു വിട്ടാൽ ഇത് പനിക്കൂർക്ക ഉണക്കിയതാണ് കേട്ടോ. ഈ ഒറിഗാനോ എന്ന് കേട്ടാൽ അത് എന്താ സാധനം എന്ന് വിചാരിക്കും. ഗാർലിക് പൗഡറാണ്. ഒരു തരി ഇട്ടിട്ടുള്ളൂ, അധികം ഇട്ടിട്ടില്ല ഞാൻ. ഗാർലിക് പൗഡർ എന്നിട്ട് ഇളക്കാം. ഇതൊന്ന് ചൂടാക്കുമ്പോൾ വളരെ ടേസ്റ്റ്. ഇതാ ബട്ടർ ഒരു കഷ്ണയിലിട്ടു. ബട്ടർ സ്വീറ്റ് കോണേക്കാൾ ടേസ്റ്റ് ഉണ്ട് ഇതിൽ. ബട്ടർ, ചീസ്, ഒറിഗാനോ, അതുപോലെ ഗാർലിക് പൗഡർ, പിന്നെ ചേർത്തിട്ടുള്ളതാണ് കുരുമുളക് പൊടി ചേർക്കും. കുരുമുളക് പൊടി ഒരു കുരുമുളക് പൊടി ചേർത്തു കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇനി പൊടിക്കാൻ കുരുമുളക് പൊടി ചേർത്തു. നല്ല പോലെ ഇളക്കുക. ഇളക്കിയിട്ട് അതിൽ ഉപ്പ് പോരായുണ്ടാവും. ഉപ്പിന് ഒരു ലേശം ഉപ്പിടുക. ഒരു തരി ഉപ്പിട്ടാൽ മതി. ബട്ടറിലൊക്കെ ഉപ്പുള്ള കാരണം അധികം ഉപ്പിടണ്ട കേട്ടോ. ഒരു തരി ഉപ്പിട്ടു. ഒരു ലേശം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. നല്ല പോലെ ഇളക്കി. മല്ലിയുടെ ഇല വേണമെങ്കിൽ ഇടാം. അത് ഇഷ്ടം പോലെ ആവാം. ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം. നല്ല പോലെ ചൂടാക്കി. ഇനി അതിലിതാ മല്ലിയുടെ ഇല വരും. മല്ലിയുടെ മല്ലിയുടെ ഇല വേണമെന്ന് ഒരു നിർബന്ധമില്ല. വേണമെങ്കിൽ ഓണിയൻ ഇടാം, സബോള വേണമെങ്കിൽ ഇടാം, ഏത് വേണമെങ്കിൽ സാധനങ്ങൾ, ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക്. എൻ്റെ ആവശ്യമില്ല. ഇതൊന്നുമില്ല. ഇത് സിമ്പിൾ സലാഡായിട്ട് കഴിക്കാം. ഇത് തയ്യാറായി. വളരെ നല്ലതാണ്. സ്വീറ്റ് കോണിൽ ചീസ് ചേർത്തിട്ടുണ്ട്, ബട്ടർ ചേർത്തിട്ടുണ്ട്, മല്ലിയില ചേർത്തിട്ടുണ്ട്, പെപ്പർ ചേർത്തിട്ടുണ്ട്, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണത്. ഇത് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അത് ടീസ്പൂൺ എടുത്ത് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല പാകമായി. ഞാൻ ഒരു മിനിറ്റ് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ടേസ്റ്റ്. സ്വീറ്റ് കോൺ സലാഡ് തയ്യാറായി. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. അത്ര വില കൂടുതലൊന്നുമില്ല. കുറച്ച് വിലയുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഒരു പീസിന് എത്ര 39 സംതിങ്ങോ 40 റുപ്പീസേ ഉള്ളൂ. അത് മേടിച്ച് കുട്ടികൾക്ക് കൊടുത്താലും വലിയവർക്ക് കഴിച്ചാലും ഏത് പേഷ്യൻസിനും കഴിക്കാം. അതിൽ ബട്ടറും ചീസും ഒക്കെ ചേർക്കുകയാണെങ്കിൽ അത് കൊച്ചുമക്കൾക്ക് വളരെ നല്ലതാണ്. അത് ആരോഗ്യത്തിന് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ഹാർട്ടിന് നല്ലതാണ്, ഞരമ്പുകൾക്ക് നല്ലതാണ്. അതുമാത്രമല്ല സ്റ്റൊമക്കിനും വയറിനും നല്ലതാണ്. ഫൈബറുണ്ട്, പ്രോട്ടീനുണ്ട്. അത് കാരണം കൊണ്ട് ഇതെല്ലാവരും കൊടുക്കാൻ നോക്കുക. കുട്ടികൾക്ക് നല്ല ആരോഗ്യം ഉള്ള ഒരു ജനതയെ വാർത്തെടുക്കണം നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ.